പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പാവയ്ക്ക തോരനാണ്. പാവയ്ക്ക അങ്ങനെ എല്ലാവരും തന്നെ തോരനൊക്കെ വെക്കുന്നത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനായിട്ട് നല്ല പച്ച പാവയ്ക്ക 3 എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല പച്ച പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിലൊന്നും ഉണ്ടായതല്ലാത്തത് കൊണ്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതുകൊണ്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം, എന്നാലേ നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അതിൻ്റെ 2 സൈഡും ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം. അതിനുവേണ്ടി ഉപ്പൊക്കെ ഒഴിച്ച് ആണ് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാനല്ല കേട്ടോ, സോറി, വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ അതിൻ്റെ വിഷമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ അടിച്ച് വരുന്ന പാവയ്ക്കല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം വെച്ചിരിക്കും. കൂട്ടത്തിലൊരു 2 സ്പൂൺ വിനാഗിരിയും ഒഴിക്കും. ഉപ്പും വിനാഗിരി ഒഴിച്ച് കഴുകിയ പച്ചക്കറിയാണ് ഞാൻ ഇന്നും എടുക്കാറുള്ളത്. ഇവിടെ കൊട്ടോ ഏത് ക്യാരറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. ഇതും അതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വൃത്തിയാക്കി കഴുകി പൈപ്പിൻ്റെ ചോട്ടിൽ തന്നെ വെച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ ഞാൻ പാവയ്ക്ക കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പാവയ്ക്ക അരിയുന്നതിന് മുന്നേ തന്നെ അതിന് ആവശ്യമുള്ള പച്ചമുളകും വലിയ ഉള്ളിയും അരിഞ്ഞെടുക്കണം. പച്ചമുളക് കൂടുതൽ വേണം, പാവയ്ക്ക ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ. എരിവ് പ്രശ്നമില്ലാത്തവർക്ക് ഇച്ചിരി മുളക് കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. വലിയ ഉള്ളി ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്നത് ചെറിയ പീസായിട്ടാണ് പാവയ്ക്കയ്ക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് റെഡിയാക്കി, എല്ലാം റെഡിയാക്കി വെച്ച് തേങ്ങയും ചിരവിയും മാറ്റി വെച്ചതിന് ശേഷം വേണം പാവയ്ക്ക അരിയാൻ. എന്നാൽ പാവയ്ക്ക ഒട്ടും കയ്പില്ലാതെ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അത് തയ്യാറാക്കണം. ഇതുപോലെ കൊത്തി അരിഞ്ഞാണ് ഞാൻ പാവയ്ക്ക തോരന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ നമുക്ക് റെഡിയാകുക. ഇവിടെ പാവയ്ക്കൊക്കെ കംപ്ലീറ്റ് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ നല്ല നൈസായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്ത്, കത്തിയും കൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ പാവയ്ക്കയുടെ കുരു എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങാനും ഇത് മണ്ണിലിട്ട് മുളച്ച് വന്നാലോ എന്നുള്ളൊരു പേറും പ്രതീക്ഷയാണേ, നടക്കാറൊന്നുമില്ല. അതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ. പാവയ്ക്ക തോരൻ നന്നായിട്ട് തേങ്ങ ചേർത്ത് തന്നെയാണ് ഞാൻ വെക്കാറുള്ളത്. ഞാൻ ഒരിക്കലും തോരൻ കടുക് പൊട്ടിച്ച് വെക്കാറില്ല. ചില തോരൻ മാത്രം, ക്യാബേജൊക്കെ മാത്രമാണെങ്കിൽ ചില സമയത്ത് ഞാൻ വെക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള തോരനെല്ലാം തന്നെ കൂടിയ ഭാഗവും ഞാൻ പാവയ്ക്കയും ഉള്ളിയൊക്കെ തോരൻ വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. പാവയ്ക്കയും തേങ്ങയും വലിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കും. കുറച്ച് വെളിച്ചെണ്ണ, സാധാരണ ഞാൻ വീട്ടിലേക്ക് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയും ഒഴിക്കാറില്ല. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ആദ്യത്തെ ഒരാവി വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിലിടും. അതിന് ശേഷം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമ്മൾ ഇളക്കുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യം മൂടി വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം, അങ്ങനെ ഒന്ന് ഫ്ലെയിം ഒന്ന് മാറ്റി ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ആണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. തോരനൊന്നും കുഴഞ്ഞു പോകുന്നത് അതിൻ്റെ ടേസ്റ്റ് കളയും. അതുകൊണ്ട് വെള്ളം ഒന്നും ഒരുപാട് ഒഴിച്ച് ഒന്നും നമ്മൾ തയ്യാറാക്കരുത്. ഇപ്പം ഇവിടെ നമ്മുടെ പാവയ്ക്ക തോരൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. തൊട്ടടുത്ത അടുപ്പിൽ എനിക്ക് നല്ല പായസം, പരിപ്പ് പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. എല്ലാ ദിവസവും ഊണിന് ഷാജീസിൽ പായസം ഉണ്ടാവും. ചിലരൊക്കെ അങ്ങനെ വീഡിയോയിൽ ചോദിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലുള്ള പാവയ്ക്ക തോരനാണ്. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen.